അല്ല, വ്യത്യാസമുണ്ട്, ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പം തീർച്ചയായും നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം? ഇതാണ് കുറച്ചുകൂടെ. അപ്പൊ അതായിരുന്നാലല്ലേ ഇത് ഇഷ്ടപ്പെടാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് ഈ ഷൈനെ, നടൻ എന്നൊരു ഷൈനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന മലയാളികളുണ്ട്. അങ്ങനെ ഒരു നടനെ എക്സ്പ്ലോർ ചെയ്യേണ്ട സമയമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇനിയുള്ള ചൂസ് ചെയ്യുന്ന കഥാപാത്രങ്ങൾ ഇപ്പോൾ ഷൈൻ എന്ന് പറയുമ്പോൾ തന്നെ ഒരു പാൻ ഇന്ത്യൻ ആക്ടർ എന്ന ലെവലിലേക്കാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പം ഇപ്പോൾ പോകുന്ന ഒരു ഫേസിലൂടെ നോക്കുമ്പോഴേക്കും എങ്ങനെ ചെയ്യുന്ന ഇനിയുള്ള കഥാപാത്രങ്ങൾ എങ്ങനെ ചൂസ് ചെയ്യണം എന്നൊക്കെ ഒരു ഏകദേശം പ്രിപ്പറേഷൻ ഓഫ് ഗ്രാഫ് ഉണ്ടോ? എല്ലാ ക്യാരക്ടേഴ്സും തമ്മിൽ വ്യത്യസ്തത ഉണ്ടായിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതായത് ഒരേ ടൈപ്പ് ക്യാരക്ടർ ആവരുത്. ഇപ്പോൾ പോലീസ് ക്യാരക്ടർ തന്നെ 10 ചെയ്യുമ്പോൾ 10 പോലെ ഇരിക്കണം. അത് നമ്മളൊരു 50 ചെയ്താലും 500 ചെയ്താലും 500 പോലീസുകാരും 500 പോലീസുകാരായിട്ട് തന്നെ ഇരിക്കണം. അല്ലാതെ ഒരു പോലീസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് പോലീസ് ചെയ്യില്ല. ആ വ്യത്യസ്തതയല്ല. ഓരോ ക്യാരക്ടറിനും നമുക്ക് പറഞ്ഞിട്ടുണ്ട്, ഒരു നമ്മൾ 500 പടം കഴിഞ്ഞിട്ടും അതിൻ്റെ ഒരു സ്കില്ല് കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്കെങ്കിലും ഒരു വ്യത്യസ്തത കണ്ടുപിടിക്കാൻ പറ്റണം. അത് ഏത് പടത്തിലത്തെയാണ് അല്ലെങ്കിൽ ഏതാ ക്യാരക്ടറാണ്. അത് ചിലപ്പോൾ വിഷയിലായിരിക്കാം, മുടിയിരുന്നതിലായിരിക്കാം, കൈ മടക്കി വയ്ക്കുന്നതിലായിരിക്കാം, ബട്ടൺസ് ഇടുന്നതിലായിരിക്കാം, ഡ്രസ്സിങ്ങിലായിരിക്കാം, അല്ലെങ്കിൽ ആക്ഷൻസിലായിരിക്കാം. ആ വ്യത്യസ്തത കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. ഇടക്കാലങ്ങളിൽ ഒരേപോലെയുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടാവാൻ കാരണം ഈ തെലുങ്ക് സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയ ശേഷം അവിടെ 1.5 വർഷമൊക്കെയാണ് ഒരു പടം എടുക്കുന്നത് തീർക്കാൻ. അപ്പോൾ ഈ 1.5 വർഷം നമ്മൾ ആ കണ്ടിന്യൂറ്റി വെച്ചിട്ട് തന്നെ ഇവിടെ ഒരു 15 പടം ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ വ്യത്യസ്തത മുഴുവനായിട്ട് അതിൽ കൊണ്ടുവരാൻ പറ്റിയിരുന്നില്ല. ഇനിയിപ്പോൾ മുന്നോട്ടുള്ള സമയങ്ങളിൽ കുറച്ചും കൂടി അറ്റ് എ ടൈം ഒരു പടം ചെയ്ത് വളരെ ക്ലിയർ ആയിട്ട് ആ വ്യത്യസ്തത കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ ശ്രമങ്ങൾ പ്രകടമായിട്ട് കാണാറില്ല. ഇനി പ്രകടമാക്കാൻ ശ്രമിക്കാം കൂടുതൽ. അതിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ. അമ്മ ടീച്ചറല്ലേ? എന്റെ അനിയത്തിനെ പഠിപ്പിച്ചിട്ടുണ്ട് LKG UKG-ലാണോ? വിജയമാതല്ലേ? ഇപ്പൊ പറഞ്ഞ രണ്ടുപേരും അമ്മമാരും ടീച്ചറാണ്. അപ്പൊ ഈ ഒരു കഥാപാത്രത്തിൽ സ്വന്തം അമ്മ എത്രമാത്രം ഇൻവോൾവ് ആയിട്ടുണ്ട് ടീച്ചർ എന്നതിന്? ഇല്ല, അതിൽ ഇൻവോൾവ് ആയിട്ടില്ല. കാരണം അമ്മ കുറച്ചും കൂടെ മറ്റിങ്ങനെ ടീച്ചർ ആയിരുന്നു. ഇപ്പൊ ഭയങ്കര സോഫ്റ്റ് ആണ്, പക്ഷെ ആയിരുന്നു. പക്ഷെ ഈ ടീച്ചർ അങ്ങനത്തെ അല്ല. ഈ ടീച്ചർക്ക് കുറച്ച് ക്ലാസ്സിൽ കുട്ടികൾ കയറുന്നില്ല, മര്യാദയ്ക്ക് പഠിപ്പിച്ചിട്ടും കയറുന്നില്ല. പകരം സാറിൻ്റെ അവിടേക്കാണ് കുട്ടികൾ ഓടുന്നത്. അതിൻ്റെ ഒരു വിഷമം എന്നേ ഉള്ളൂ. ബാക്കി നല്ല കുട്ടികളെ അത്യാവശ്യത്തിന് ടേക്ക് കെയർ ചെയ്യുന്ന ഒരു ടീച്ചറാണ്. എൻ്റെ അമ്മ വേറൊരു ടൈപ്പ് ഓഫ് ടീച്ചറാണ്. ഈ മക്കളെ കുറച്ച് അടിച്ച് ഒരു ടീച്ചറാണ് ഞാൻ കണ്ടെടുത്തോളം. എനിക്ക് കുറേ അടി കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള പിള്ളേരുടെ മുന്നിൽ വെച്ചിട്ട് എന്നെ അടിച്ചിട്ടുണ്ട്. പക്ഷെ അതിന് അത്രയ്ക്കും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടീച്ചറാണ്. പഠിക്കാത്തല്ല, കുരുത്തക്കേട് കാണിക്കുന്നത്. ഓൾറെഡി ചെയ്ത കഥാപാത്രങ്ങളെല്ലാം നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ആളുകളിലേക്ക് എത്തിച്ചൊരു കഥാപാത്രം, നല്ല നല്ല കഥാപാത്രം എത്തിച്ചൊരു ആക്ട്രസാണ്. അപ്പം ചൂസ് ചെയ്യുന്ന കഥാപാത്രം ചൂസ് ചെയ്യുന്ന സിനിമകളായ അതുപോലത്തെ സിനിമകളാണ്. അപ്പം എപ്പോഴെങ്കിലും തോന്നില്ല, അതായത് സ്വന്തം അഭിപ്രായങ്ങൾ വെളിപ്പെടുത്തി പറയുമ്പോൾ എനിക്ക് കിട്ടാനുള്ള അവസരങ്ങൾ കുറയുന്നതായിട്ട് എപ്പോഴെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? റിഗ്രറ്റ് തോന്നിയിട്ടുണ്ടോ? റിഗ്രറ്റ്, അവസരങ്ങൾ കുറയുന്നതിനൊന്നും റിഗ്രറ്റ് അങ്ങനെ തോന്നിയില്ല. നമ്മൾ ചെയ്ത കാര്യങ്ങൾ ആർക്കൊക്കെ എങ്ങനെ ഇമ്പാക്ട് ചെയ്യുന്നു എന്നുള്ളത് കുറച്ചു കാലം കഴിഞ്ഞ് ചിന്തിക്കുമ്പോഴാണ് എനിക്ക് റിഗ്രറ്റ് തോന്നാറുള്ളത്. അല്ലാതെ സിനിമയായിട്ട് കണക്ട് ചെയ്തിട്ട് റിഗ്രറ്റ്, അവസരങ്ങൾ കുറയോ അങ്ങനെയൊന്നുമില്ല. വരേണ്ടത് വരും, പോകേണ്ടത് പോകും എന്നുള്ളൊരു ട്രാക്കിലാണ്. For every student, teacher is the first crush. In this film, mostly everyone comes to you and talk to you, like they're very close. Okay, so like, did you feel anything special, like connected to your mom with that thing, like about crush? Malarmis type ഒന്നുമല്ല. So do you have any teacher crush? Yeah, I have a teacher crush in 4th standard. വിജയമാതയിൽ പഠിപ്പിക്കാൻ ഹണി ടീച്ചർ. കണക്കെടുക്കാൻ വന്ന ടീച്ചറാണ്. ടീച്ചർ വന്ന് ക്ലാസ്സിൽ കയറി വൈകി 4x5 6x8 അങ്ങനെയാണ് ചോദ്യം ചോദിച്ചു കൊടുക്കുക. അടിയൊക്കെ കിട്ടിയിട്ടുണ്ട് അന്ന്. പക്ഷെ ഉത്തരം പറഞ്ഞ കാരമിൽക്കിന്റെ ഒരു മിഠായി ഇല്ല അന്നത്തെ, കണ്ടിട്ടുണ്ടോ? അത് തരുമായിരുന്നു. എനിക്ക് കണക്കൊന്നും അറിയില്ല, കണക്ക് ഇഷ്ടമല്ല. പക്ഷെ ആ ടീച്ചർ വന്നിട്ട് ടീച്ചറിന്റെ ഒരു ഇമേജ് പിള്ളേരുടെ ഇടയിൽ ടീച്ചറിനെ തന്നെ നമ്മൾ നോക്കിയിട്ട് പോകും. അത് കണക്ക് പഠിക്കാനായിട്ടല്ല, എന്താണെന്നറിയില്ല. ടീച്ചറുടെ ബിഹേവിങ്ങും ടീച്ചറുടെ പെരുമാറ്റവും ടീച്ചറുടെ കുസൃതിയും അല്ലെങ്കിൽ ടീച്ചറുടെ ചോദ്യം ചെയ്യലും പിന്നെ ആ ജെന്യൂനിറ്റി. ഇപ്പോൾ ഉത്തരം പറഞ്ഞാൽ മിഠായി തരാമെന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞാൽ മിഠായി തരും.
അതിന് ആർക്കൊക്കെ മിഠായി വേണമെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ സുമിത്ത് എന്ന് പറഞ്ഞൊരു പയ്യൻ ഉണ്ടായിരുന്നു. അവൻ ടീച്ചർ എനിക്ക് മിഠായി വേണം, നമ്മളങ്ങനെ കൈകൊണ്ടിച്ച് ചോദിക്കില്ലല്ലോ, ഉത്തരം പറഞ്ഞാലേ കിട്ടുള്ളൂ. ഇത് വെറുതെ ആർക്ക് മിഠായി വേണമെന്ന് ചോദിച്ചപ്പോൾ ഒരു പയ്യൻ മാത്രം ചോദിച്ചു, കൈ പൊക്കിയുള്ളൂ. അവൻ പറഞ്ഞു അപ്പോൾ ടീച്ചർ ചെയ്ത് മിഠായി വേണ്ട 5 സ്റ്റാർ. അവന് കറക്റ്റായിട്ട് 5 സ്റ്റാർ കിട്ടി. അപ്പോൾ നമ്മൾ അന്നാണ് അതൊക്കെ ആയിരിക്കും ആ ടീച്ചറുടെ പ്രത്യേകത. പിന്നീട് ആ വിജയമാതയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 കൊല്ലമൊക്കെ മാക്സിമം ഒരു ടീച്ചർ ഉണ്ടാവുള്ളൂ അല്ലേ, പിന്നെ ആ ടീച്ചർ വീണ്ടും മാറിപ്പോകും. അപ്പോൾ അങ്ങനെ ഒരു ക്രഷ് ഉണ്ടായി. ക്രഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകത അല്ലാതെ ചെറുമലല്ലേ യൂജി, ചെറുമല ജോസ് ചെറുമലിന്റെ മകനാണ് യൂജി, നാടകക്കാരൻ. സ്വന്തമായിട്ട് നാടകങ്ങൾ എഴുതുകയും ചെയ്യുകയും ചെയ്തിരുന്ന വ്യത്യസ്തനായ ഒരു വ്യക്തിയാണ് ജോസ് ചെറുമൽ. യൂജിന് ഇങ്ങനത്തെ ഒരു സംഭവം എന്ന് പറയുന്ന സമയത്ത് എനിക്കിതിൽ ഏറ്റവും അട്രാക്റ്റീവായി തോന്നിയത് പോലീസ് ആവാൻ ആഗ്രഹമില്ലാതെ ഒരു അധ്യാപകനാവാൻ, അല്ലെങ്കിൽ കണക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ്. കണക്ക് പിള്ളേരെ പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ്റെ മുകളിൽ ക്ലാസ് എടുക്കുന്ന ഒരു CA. അതാണ് ഇതിലെ ക്രിസ്റ്റഫർ സേവിയർ. ഈ ക്രിസ്റ്റോ സേവിയർ ഞാൻ 2-3 പ്രാവശ്യം ഇൻ്റർവ്യൂസിന് മുന്നേ യൂജിനെ വിളിച്ചു നോക്കി എന്താണ് ക്യാരക്ടറിൻ്റെ പേര്. ക്രിസ്റ്റോ സേവിയർ. കാരണം പടത്തിൽ ക്രിസ്റ്റോ എന്ന് ആരും വിളിക്കുന്നുമില്ല, ഞാനൊട്ട് പറയുന്നുമില്ല. ആകെ ആ ക്രിസ്റ്റോ എന്ന് അറിയുന്നത് എൻ്റെ യൂണിഫോമിലെ നെയിം ബോർഡിലും ഉള്ള നെയിം ബോർഡിലും. അതാണെങ്കിൽ എനിക്ക് കാണാനും പറ്റില്ല. അപ്പോൾ ക്യാരക്ടറിനെയും ഓർമ്മയില്ലാത്ത ഒരു ക്യാരക്ടറായിരുന്നു. എല്ലാവരും സാർ സാറെന്നല്ല വിളിക്കും പോലീസ് ആയതുകൊണ്ട്. പിന്നെ വീട്ടിലെ സീക്വൻസുകളൊന്നുമില്ല. അപ്പോൾ ഇതിലെ ക്യാരക്ടർ നെയിം എനിക്ക് 1-2 പ്രാവശ്യം യൂജിനെ വിളിച്ച് ചോദിക്കേണ്ടത് എന്താണ് ക്യാരക്ടർ നെയിം ഇന്റർവ്യൂവിന് മുന്നേ. യൂജിൻ ഇപ്പോൾ നമ്മുടെ കൂടെ ഇവിടെ ഇല്ല, ഹൈദരാബാദിലാണ്. വൈകുന്നേരത്തോടെ ജോയിൻ ചെയ്യും. യൂജിൻ വളരെ കൺട്രോൾ ചെയ്തിട്ടാണ് എന്നെ അഭിനയിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ വിൻസി പറയുന്ന പോലെ ഭയങ്കര ഹൈപ്പർ ആയിട്ടുള്ളൊരു ആക്ടിവിറ്റിക്ക് ഉടമയായിരുന്നു ഞാൻ. അത് ആളുകളെ ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, എന്റർടൈൻ ചെയ്യിപ്പിക്കാനായിട്ടും കൂടിയിട്ടായിരുന്നു. പക്ഷെ പടത്തിൽ അങ്ങനെ യാതൊരുവിധ ഹൈപ്പർ ആക്ടിവിറ്റിയും അല്ലെങ്കിൽ ബിഹേവിയറും ഇല്ലാത്ത ഒരു ക്യാരക്ടറാണ് ക്രിസ്റ്റോ സേവിയറിന്റെ. ഭയങ്കര മിതമായി സംസാരിക്കുകയും മിതമായിട്ടുള്ള പെരുമാറ്റങ്ങളും മിതമായിട്ടുള്ള ആക്ഷൻസും ഒക്കെയുള്ള, ഷൗട്ട് ചെയ്യാത്ത, ഒരു കണക്ക് സോൾവ് ചെയ്യുന്നത് പോലെ ഒരു അന്വേഷണം സോൾവ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. ഇതിൽ ക്രിസ്റ്റോ പറയുന്നുണ്ട്, ഒരിക്കൽ നമ്മള് പുള്ളിയുടെ സഹപ്രവർത്തന മകനൊരു ഡൗട്ട് വന്നു, അത് ക്ലിയർ ചെയ്ത് കൊടുത്തു. അപ്പൊ അവന്റെ കൂട്ടുകാരനെ വിളിച്ചുകൊണ്ട് വന്നു. ഒരു 10-15 പേരുണ്ട് ഇതിന് മുകളിൽ ഞാൻ ക്ലാസ് എടുക്കുന്നത്. പിന്നെ 10ാം ക്ലാസ്സുകാർക്ക് നമുക്ക് ക്ലാസ് എടുക്കാറില്ല, കാരണം പബ്ലിക്കായിട്ട് പരീക്ഷ എഴുതുന്നതാണല്ലോ. അടുത്തെല്ലാം വാന്ന് പറഞ്ഞു വിടുന്നുണ്ട് ഒരു പെൺകുട്ടി ചേരാൻ വരുന്നു. നമ്മള് ഇഷ്ടമുള്ള ജോലി ഇഷ്ടമുള്ള ആളുകൾ ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യുമ്പോൾ അത് ഇഷ്ടപ്പെടുന്ന ആളുകൾ, അത് ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് പോലും ചിലപ്പോൾ അത് പെട്ടെന്ന് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. ഇഷ്ടപ്പെടാത്ത ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടാതെ ചെയ്യുന്നവരാണ് കൂടുതലും നമ്മൾ. ഇപ്പോൾ നിങ്ങളിലാണെങ്കിലും ഞങ്ങളുടെ ഇടയിലാണെങ്കിലും ഈ താല്പര്യമില്ലാതെ ജോലി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട മേഖലയിൽ എത്തിപ്പെടാൻ പറ്റാത്തവർ. ഇപ്പോൾ നമ്മളൊക്കെ ഭാഗ്യം കൊണ്ട് ഇഷ്ടപ്പെട്ട മേഖലയിൽ ഇപ്പോൾ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ പറ്റാത്ത ഒരുപാട് പേരുണ്ട്. ആ ഇഷ്ടപ്പെട്ട മേഖലയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അത് പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അത് വിദ്യാഭ്യാസത്തിലും അതെ. ഒരു അധ്യാപകൻ ആകേണ്ട ആളാണ് അധ്യാപകനാകേണ്ടത്.